കണ്ണൂർ ADM ആയിരുന്ന ശ്രീ നവീൻ ബാബു മരിച്ചിട്ട് ഇന്ന് കൃത്യം 1 മാസം തികയുകയാണ്. മരണം നടന്ന സമയത്ത് തന്നെ ധാരാളം അഭ്യൂഹങ്ങൾ, ദുരൂഹതകൾ മരണത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട ആരോപണത്തെ സംബന്ധിച്ചും ഉയർന്നിരുന്നു. അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത് നമുക്കറിയാം. PP ദിവ്യ എന്ന കണ്ണൂരിൻ്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPMൻ്റെ പെൺപുലിയുമായ PP ദിവ്യയുടെ ഒരു പ്രസംഗമായിരുന്നു, ഒരു അധിക്ഷേപ പ്രസംഗമായിരുന്നു. വിഷം പുരട്ടിയ മുൾവാക്കുകൾ പ്രയോഗിച്ച് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ അവർ നടത്തിയ പ്രസംഗം ക്ഷണിക്കാതെ എത്തി. ആ വേദിയിൽ ക്ഷണിക്കാതെ എത്തി നവീൻ ബാബുവിനെ അടച്ചാക്ഷേപിച്ച് കൊടുങ്കാറ്റ് പോലെ വിജയശ്രീ ലാളിതയായി പോയ PP ദിവ്യയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാനിടയില്ല. PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. പാർട്ടി അവരെ തരം താഴ്ത്തി. അവർ 11 ദിവസത്തോളം ജയിലിൽ കിടന്നു. അവർ ഇനിയിപ്പോൾ ഡിസംബർ മാസം മുതൽ വീണ്ടും പൊതുവേദിയിൽ സജീവമാകാൻ പോവുകയാണ്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട വ്യക്തി പൊതുവേദിയിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നു എന്നർത്ഥം. ഇനി മരണപ്പെട്ട ആളുടെ കുടുംബമാണെങ്കിലോ അവരിപ്പോഴും കണ്ണീരിൽ തന്നെ. അവർ അന്ന് പറഞ്ഞ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവരുടെ മൊഴികൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ADMും ജില്ലാ കളക്ടറും തമ്മിൽ അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. അവിടെ ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ ADMന് കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നെ പോലീസിൻ്റെ അന്വേഷണം നിഷ്പക്ഷമായ രീതിയിലല്ല നടക്കുന്നത്. പോലീസ് പല കാര്യങ്ങളും ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് എന്ന തരത്തിലുള്ള മൊഴികളും അവർ കൊടുത്തിരുന്നു, അവർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുമ്പോഴാണ്, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട മലയാലപ്പുഴയുള്ള നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ഹരീഷ്, അതുപോലെ തന്നെ പ്രവീൺ ബാബു, നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ എന്നിവരെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയത്. അവർ പറയുന്നത് അന്നും ഇന്നും ഒരേ വാക്കുകൾ തന്നെ. മരണത്തിൽ ദുരൂഹതയുണ്ട്. ഈ പെട്രോൾ പമ്പ് ഉടമ എന്ന നിലയിൽ, പെട്രോൾ പമ്പ് ഉടമ അല്ലെങ്കിൽ സംരംഭകൻ എന്ന നിലയിൽ അപേക്ഷ നൽകിയ TV പ്രശാന്ത്, അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനാണ്. അദ്ദേഹം കൈക്കൂലി തുക പണം കണ്ടെത്താൻ ഭാര്യയുടെ സ്വർണം പണയം വെച്ചു അല്ലെങ്കിൽ ബന്ധുക്കളുടെ സ്വർണം പണയം വെച്ചു എന്ന കഥകളൊക്കെയാണ് പെരുപ്പിച്ച് കാണിക്കുന്നത്. അങ്ങനെ പണയം വെച്ച തുക കൈക്കൂലിക്ക് പോലും തികയാതിരിക്കുന്ന ഒരാൾ 4,10,00,000 രൂപ ചെലവ് വരുന്ന ഒരു പെട്രോൾ പമ്പ് എങ്ങനെ തുടങ്ങും? ഇക്കാര്യത്തിൽ അന്വേഷണമൊന്നുമില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തിന്? കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നത് കളക്ടർ ആദ്യം നൽകിയ കത്തിൽ, അതായത് വീട്ടുകാർക്ക് നൽകിയ കത്തിൽ സ്പഷ്ടമാണ്. അതുപോലെ ജോയിന്റ് കമ്മീഷൻ നടത്തിയ, ലാൻഡ് റവന്യൂ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ സ്പഷ്ടമാണ്. ജീവനക്കാരുടെ മൊഴികളിൽ സ്പഷ്ടമാണ്. അങ്ങനെ എല്ലാത്തിലും നവീൻ ബാബു കളങ്കരഹിതനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കളങ്കിതനാക്കാനുള്ള ശ്രമമാണ് ഒരു സൈഡിൽ നടന്നു വരുന്നത്. നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ഈ SIT യുടെ അന്വേഷണത്തിൽ തൃപ്തരല്ല. ഇവർ എന്തുകൊണ്ടാണ് അന്വേഷണം വൈകിപ്പിക്കുന്നത്? TV പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ TV പ്രശാന്തിനെ എന്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ആരാണ് പെട്രോൾ പമ്പിനായി ഈ TV പ്രശാന്തിനെ ബിനാമിയാക്കി കണ്ട് പണം മുടക്കുന്നത്? ആരാണ് TV പ്രശാന്തിൻ്റെ പിന്നിൽ കളിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വർണം പണയപ്പെടുത്തിയ ശേഷവും കൈക്കൂലി തുക പോലും കണ്ടെത്താനാകാത്ത ഒരാൾ 4,10,00,000 രൂപയ്ക്ക് എങ്ങനെ ഒരു പമ്പ് തുടങ്ങുമെന്നുള്ളത്. അതുപോലെ ഈ ബിനാമി ആരാണെന്ന് കണ്ടെത്താനുള്ള യാതൊരു ശ്രമവും നടന്നിട്ടില്ല. PP ദിവ്യയുടെ ഭർത്താവാണ് ബിനാമി എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖനാണ് ബിനാമി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഈ ബിനാമി ആരാണ് എന്ന ഐഡന്റിറ്റി തെളിയിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ PP ദിവ്യ ഈ TV പ്രശാന്തൻ വന്ന് ഈ കൈക്കൂലി കാര്യം പറയുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കൂ എന്നാണ്. മുഖ്യമന്ത്രിക്കല്ല, വിജിലൻസിന്. തൊട്ടടുത്ത് വിജിലൻസ് ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലയിലും വിജിലൻസ് സംഘമുണ്ട്, വിജിലൻസ് ഓഫീസുണ്ട്. അവിടെ കൊണ്ട് പരാതി കൊടുക്കാനല്ല PP ദിവ്യ ഉപദേശിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കൂ എന്നാണ്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടില്ല. അതിൽ പരാതിക്കാരൻ്റെ പേര് തെറ്റാണ്, പരാതിക്കാരൻ്റെ ഒപ്പ് തെറ്റാണ്. അത് തിരുവനന്തപുരത്ത് ഏതോ ഒരു പാർട്ടി ഓഫീസിലിരുന്ന് ആരോ തയ്യാറാക്കി അയച്ചു കൊടുത്ത കത്താണ് എന്നും വ്യക്തമായിരുന്നു. ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു. അങ്ങനെ വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും ഈ TV പ്രശാന്തിൻ്റെ മൊഴി വിജിലൻസ് എടുത്തത് എന്തിനാണെന്ന് അറിയില്ല. കാരണം വിജിലൻസിന് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരാളെ പിടിച്ചു നിർത്തി മൊഴിയെടുക്കുന്നത്? എന്നാൽ മൊഴിയെടുത്ത വിജിലൻസ് എന്തുകൊണ്ട് TV പ്രശാന്തിനെ കൈക്കൂലി കേസിൽ പെടുത്തുന്നില്ല? കൈക്കൂലി കൊടുത്തതിൽ കുറ്റവാളിയാക്കുന്നില്ല. അയാളും സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. അങ്ങനെ ധാരാളം ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നവീൻ ബാബു യാത്രയപ്പ് ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന എല്ലാ എവിഡൻസും പുറത്തു വന്നിട്ടും
പോലീസുകാർ ചിലർ കണ്ണൂരിലുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വരുത്തിയത് അദ്ദേഹം ട്രാക്കിലൂടെ നടന്നു, അതാണ് അവിടെ ഇരുന്നും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു, ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തി എന്ന തരത്തിൽ വ്യാജ കഥകൾ പോലീസ് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ഇങ്ങനെ ധാരാളം ദുരൂഹതകൾ ഉണ്ട് പോലീസിന് മറന്നേക്കി കൊണ്ടുവരാൻ. പക്ഷേ പോലീസ് ഇപ്പോഴും അനങ്ങുന്നില്ല. അതേപോലെ തന്നെ പാർട്ടി രണ്ട് തട്ടിൽ കളിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒന്നാം പ്രതിയായ അതേ പ്രതിസ്ഥാനത്തുള്ള ഏകാൾ പി പി ദിവ്യയാണ്. പി പി ദിവ്യ അടുത്ത മാസം മുതൽ പൊതുവേദിയിൽ ഷൈൻ ചെയ്തു തുടങ്ങും. പി പി ദിവ്യയെ തരം താഴ്ത്തി എന്ന് പറയുമ്പോഴും പി പി ദിവ്യ എന്താണ്, കേഡറാണ്, അവർ തെറ്റു തിരുത്തി വരും എന്നൊക്കെ പറയുന്നു. അവർ എന്ത് തെറ്റാണ് തിരുത്തേണ്ടത്? എന്ത് തെറ്റാണ്, എങ്ങനെയാണ് തിരുത്തുക? ഒരാളുടെ കുടുംബം അനാഥമാക്കി. അപ്പോൾ അവരെ താക്കീത് ചെയ്ത് കുറച്ച് നാളത്തെങ്കിലും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനുള്ള ഇതുപോലും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെയ്തില്ല. അവരെ തരം താഴ്ത്തി എന്ന് വരുത്തി തീർത്ത് എന്താണ് ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അവർ വീണ്ടും സജീവമായി രംഗത്ത് വരുന്നു. അങ്ങനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മറ്റൊരു തരത്തിൽ നിൽക്കുന്നു. അതായത് CPM തന്നെ രണ്ട് മുഖം, CPMൻ്റെ തന്നെ രണ്ട് മുഖമാണ് വ്യക്തമാകുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആദ്യം പറഞ്ഞത് പി പി ദിവ്യയുടെ പ്രസംഗം സതുദ്ദേശപരമെന്ന്, രണ്ടാമത് പറഞ്ഞത് അത് തെറ്റായിപ്പോയി, അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി, മൂന്നാമത് പറഞ്ഞത് അവരെന്താണ് തള്ളിപ്പറയുന്നില്ല, അത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, സമഗ്രമായ അന്വേഷണം നടത്തണം. അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് പോലും ഉണ്ടായത്. ചുരുക്കത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിലൂടെ നഷ്ടം സംഭവിച്ചത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് മാത്രമാണ്. ആ മരണത്തിൽ നടക്കുന്ന അന്വേഷണം ഇതുവരെ നോക്കിയാൽ ഒരു പ്രഹസനം മാത്രമാണ്. ഒരാളെ പ്രതി ചേർത്തു, പി പി ദിവ്യയെ പ്രതി ചേർത്തു, അവരെ ജയിലിലടച്ചു, 11 ദിവസം അവർ ജയിലിൽ കിടന്നു. അത് വാസ്തവം തന്നെയാണ്. അവരെ പാർട്ടി തരം താഴ്ത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഈ ദുരൂഹതകൾ കൂടി മറന്നേക്കി കൊണ്ടുവന്നാൽ മാത്രമേ സത്യം എന്താണ് എന്ന് അറിയുകയുള്ളൂ. നവീൻ ബാബുവിൻ്റെ ആത്മാവിന് നീതി ലഭിക്കുകയുള്ളൂ. കുടുംബത്തിൻ്റെ സങ്കടത്തിൽ കണ്ണീരൊപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത് CBI വരണം നേരറിയാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.